ഇവിടെ ചെടിയൊക്കെ നിൽക്കുന്നുണ്ട്. എൻ്റെ ആളിയ ആളിയ പടം പടം. അയ്യോ അയ്യോ, പൈൻ്റെ കായല്ലേ. യൂറോപ്പിയാണ് ഇതിൻ്റെ ഇടയിൽ ഇരിക്കുന്നത്. മുകളിൽ നമ്മുടെ പ്ലാസ്റ്റിക് കുപ്പി അടുക്കി ഒരു മതിൽ പോലെ ചെയ്തിട്ടുണ്ട്. വ്ളോഗർ ക്യാമറ ഉപേക്ഷിച്ചുകൊണ്ട് ആദ്യമേ ഓടി. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ കസോളിൽ എത്തിയിട്ടുണ്ട്. നമ്മളിനി അടുത്ത് നേരെ റൂമിലോട്ട് പോവുകയാണ്. റൂമിൽ പോയി സാധനങ്ങളൊക്കെ വെച്ച ശേഷം നമ്മൾ പിന്നെ പുറത്ത് ഷോപ്പിംഗ് ആയിട്ടൊക്കെ പോവും. ഹിമാചൽ പ്രദേശിലെ ഈ കുളു ജില്ലയിലുള്ള ഈ ഒരു കസോൾ എന്ന സ്ഥലത്തിന് മിനി ഇസ്രായേൽ ഓഫ് ഇന്ത്യ എന്നൊരു പേരും കൂടെ ഉണ്ട്. മിനി ഇസ്രായേൽ എന്ന് പേര് വന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് ഇസ്രായേലി ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട്. ഒരുപാട് ഇസ്രായേലീസ് ഇതേപോലെ വന്നു പോകുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ വരുന്നത് ഇവിടുത്തെ പാർട്ടി അറ്റൻഡ് ചെയ്യാനാണ്. ഇവിടെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള കുറേ പാർട്ടികളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. വേൾഡ് ഫേമസ് ആയിട്ടുള്ള കുറേ ആർട്ടിസ്റ്റുകൾ വന്ന് ഇതിവിടെ പ്ലേ ചെയ്തിട്ടൊക്കെ പോകുന്നുണ്ട്. ഒരുപാട് ഫെസ്റ്റിവൽസ് ഇവിടെ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കൂടുതലും ന്യൂ ഇയർ സമയത്താണ് ഇവിടെ ഫെസ്റ്റിവൽ കൂടുതൽ. സൈക്കിളിറ്റിക്കായിട്ടുള്ള പാർട്ടീസുണ്ട്, കുറേ പാർട്ടീസുണ്ട്. അപ്പോൾ ഈ പാർട്ടികളിലൊക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാർ, ആർട്ടിസ്റ്റുകളും ലോകം അറിയപ്പെടുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളും ഒരുപാട് ഇസ്രായേലീസ് എന്ന് സ്പെസിഫൈ ചെയ്ത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഇസ്രായേലീസ് ആണ് പൊതുവേ കൂടുതൽ. എല്ലാ രാജ്യത്തിലുള്ള ആൾക്കാരും ഒരുപാട് പേര് ഇവിടെ ഈ ഒരു ഫെസ്റ്റിവൽ സമയത്ത് വരാറുണ്ട്. കൂടുതലും ഇസ്രായേലീസ് ആണെന്നേ ഉള്ളൂ. ഈ കസോളിനെ പറ്റി പറയാനാണെങ്കിൽ നല്ലൊരു നമ്മളിപ്പം പുറമേ കാണുന്ന ഒരു ലോകമല്ല ഈ കസോൾ എന്ന് പറഞ്ഞ ഈ സ്ഥലത്തുള്ളത്. കസോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ചുറ്റും കാണുന്ന എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു രീതികളും കാലാവസ്ഥയും ഒക്കെയാണ് ഇവിടെ. ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് കഫേസ് ഉണ്ട്. ഈ കഫേസിലൊക്കെ നമുക്ക് പുറത്തുള്ള ഭക്ഷണങ്ങളൊക്കെ ഒരുപാട് കിട്ടും. ഇവിടെ സ്പാനിഷ് ഡിഷസ് ഉണ്ട്, ഇറ്റാലിയൻ ഡിഷസ് ഉണ്ട്, ഇസ്രായേലി ഫുഡ്സ് ഉണ്ട്. അങ്ങനെ നമ്മുടെ ഇന്ത്യൻ ഫുഡുകളും കുറേ ഉണ്ട്. ഒരുപാട് വേൾഡ് ഫേമസ് ആയിട്ടുള്ള കുറേ ഡിഷസ് ഇവിടെ ഉണ്ട്. ഈ രാജ്യത്തൊക്കെ ഉള്ള ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട്. അപ്പം നിങ്ങൾ വീഡിയോ മൊത്തത്തിൽ കാണുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ കൂടെ ഉള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ തുടർന്നിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ. ചെറിയ വീഡിയോസും ഫോട്ടോസൊക്കെ ഞാൻ ഇൻസ്റ്റയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അതും കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കണം. അപ്പോൾ നിങ്ങൾ വീഡിയോ തുടർന്ന് കാണുക. അങ്ങനെ നമ്മൾ വീണ്ടും പാലത്തിൽ കൂടെ നടക്കുകയാണ്. 2-3 ഫോട്ടോയൊക്കെ എടുത്ത ശേഷം പാലത്തിൽ കൂടെ നടന്ന് റൂമിലോട്ട് പോകാനുള്ള പരിപാടിയായിട്ട് ഇരിക്കുകയാണ്. മുകളിലോട്ടാ നടന്നങ്ങ് പോവുകയാണ് നമ്മൾ. ഇവിടെ സൈഡിൽ ഫെൻസ് കെട്ടുന്നതിൻ്റെ പണി നടക്കുകയാണ് കേട്ടോ. കണ്ട എന്ത് ക്ലിയർ ആയിട്ടുള്ള വെള്ളം നോക്കും. മഞ്ഞ് മല ഒഴുകി വരുന്ന മല ഉരുകി വരുന്ന വെള്ളമാണ്. എന്ത് ഫ്രഷ്നെസ് ആയിട്ട് കിടക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാം. നല്ല വൃത്തിയുള്ള വെള്ളം. ഇപ്പം തന്നെ നടന്ന് ഊപ്പാട് വരെയാണ്. അയ്യാ ബാഗ് വെയിറ്റ് കൂടുതലാണ്. അപ്പം നിങ്ങൾ ആരെങ്കിലും വരുന്നെങ്കിൽ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെയിറ്റൊക്കെ മാക്സിമം കുറച്ച് അത്യാവശ്യമുള്ള സാധനം മാത്രം എടുത്തുകൊണ്ട് വന്നാൽ മതി. കൂടുതലൊന്നും എടുക്കണ്ട. ഹൈ ബ്രോ, 2 ഫ്രിക്കന്മാരവിടെ ഇരിക്കുകയാണ്. അവരെന്തൊരു സംഭവം തന്നു, ഒരു പാർട്ടീൻ്റെ എന്തോ ഒരു പാസ്സാണ് തോന്നുന്നു. കാരണം ഇലക്ട്രോ യൂണിവേഴ്സിറ്റി നല്ല പടമൊക്കെയാണ്, നല്ല അടിപൊളി പടമൊക്കെ ഇട്ട് ഒരു പാസ്സല്ല, അവരുടെ DJൻ്റെ ഈവൻസിൻ്റെ ലിസ്റ്റാണ്. എന്തായാലും കയ്യിലിരിക്കട്ടെ, ചിലപ്പം പാർട്ടിക്ക് പോകണമെങ്കിൽ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പുറത്ത് ഇതേപോലെ പാർട്ടിക്ക് വേണ്ടിയുള്ള എന്തോ പേപ്പർ തരെയാണ്. ഫ്രണ്ടിലൊരു കപ്പിൾസ് നടന്ന് പോകാനുണ്ട്. പിന്നെ പിറകെയാണ് നമ്മളെല്ലാവരും കൂടെ പോണത്. ഇപ്പോൾ തന്നെ കിതച്ചു തുടങ്ങി. എന്തിനാവും അങ്ങോട്ടുള്ള അവസ്ഥയെന്ന് അറിഞ്ഞൂടെ. വയ്യാണ്ടായി. ഇപ്പോൾ വീണാനായിട്ട് അളിയാ സീൻ കോൺട്ര. അടേ ചാത്തേ
കണ്ട റോഡ് കിടക്ക് നോക്ക്. എവിടെ? ഓ ബാഗ് നോക്കാം. ഓ ഇനി അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. കുറച്ച് വെയിറ്റ് കൂടി പോയേട്ടാ. കണ്ടോ കുറച്ച് വെയിറ്റ് കൂടി മൊത്തം പൊടിയായി. നമ്മുടെ മനുവിൻ്റെ നിന്ന് വാങ്ങിച്ച ബാഗാണ്. ബാഗിനകത്ത് എല്ലാം കൊള്ളും, പക്ഷേ വെയിറ്റ് ഇപ്പം തന്നെ തോള് പരുവായി. എന്തിനാവും എന്തോ. നാളെ ഒരുപാട് ട്രക്കിംഗ് ഒക്കെ പോകാനുള്ളതാണ്. വീണ്ടും അടുത്ത കൂട്ടങ്ങൾ വരെയാണ്. കണ്ടോ ഇത് കുറച്ച് കൂടുതലുണ്ട് കേട്ടോ. 1 2 3 4 5 6 7 പേരുണ്ട്. ബാക്കിൽ ഇതിൻ്റെ മേയ്ക്കാനുള്ള ഒരാളും കൂടെ പോകുന്നുണ്ട്. അപ്പോൾ അവർ മുകളിൽ റൂമിൻ്റെ കേസ് എന്തോ ചോദിക്കാൻ പോയിട്ടുണ്ട്. അവർ വന്നിട്ട് ബാക്കിയുള്ള പ്ലാൻസ് പറയാം. അപ്പോൾ ബാക്കിലത്തെ വെയിറ്റും ഫ്രണ്ടിലത്തെ വെയിറ്റും കോമ്പൻസേറ്റ് ആയിട്ടുണ്ട്. പ്രോബ്ലം ഭയ്യ. കണ്ട ഇവിടെ ചെടിയൊക്കെ നിൽക്കുന്നുണ്ട്. തന്നെ പുള്ളിക്കാരൻ ബാഗ് തൂക്കിക്കൊള്ളാന്ന് പറഞ്ഞു. കണ്ട ഇവിടെ കുറേ ചെടിയൊക്കെ നിൽക്കുന്നുണ്ട്. കണ്ട പോണ വഴി മൊത്തം അങ്ങനത്തെ ചെടികളാണ് നിൽക്കുന്നത്. ഇതൊക്കെ തനിയെ വളരുന്നതാണല്ലേ ഇത്. കണ്ട ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ടോ? ഇടയ്ക്കിടയ്ക്കൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ സംഭവം. ഞാൻ ഇനി റൂമിലോട്ട് പോവുകയാണ്. എൻ്റെ ആളിയ പടം അയ്യോ 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 ഇനിയുണ്ട് കുറച്ചും കൂടെ കയറി. ചത്ത് അയ്യോ भैया चत्त नमस्ते भैया नमस्ते अയ്യോ അമ്മേ അമ്മേ അയ്യോ തൊണ്ടയൊക്കെ വറ്റി വരണ്ടു. നീ ഉണ്ടാ കേർക്കോ. അയ്യോ കണ്ട ദൂ കാണുന്നതാണ് നമ്മുടെ മുറി. ഇനി ഇവിടെ കൂടെ നടന്ന് വേണം അവിടെ പോയി. വ്യൂ കണ്ട അടിപൊളി കേട്ടോ. അതുവരെ നടക്കുന്നതാണ് അടുത്ത ടാസ്ക്. പതുക്കെ അങ്ങ് നടക്കാം. എന്താണ് തറയൊന്നും എഴുതുന്നത്? പൈനാത് എന്തിന്? ഓ നല്ല പൈൻ ഉണ്ടെങ്കിൽ അത് ആ പൈൻ എടുക്കാം. കണ്ട ഈ പൈൻ മരം കണ്ട അതിൽ നിന്ന് വീഴുന്ന പൈനാണ് ഇത്. കണ്ട കയ്യിലെടുത്ത് കാണിച്ചത് കണ്ട ഇതാണ് ആ പൈൻ. അല്ല ഇതെന്തിനാണ് ആ സാധനം? ഇതെന്തിനാണ്? ഫ്രൂട്ടാണോ സാധനം? എന്തിനാണ്? പൈൻ്റെ കായല്ലേ? ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല. കൊള്ളാം കേട്ടോ, ഡിസൈൻ കൊള്ളാം കേട്ടോ. അത് ഇത് വർഷങ്ങളോളം ഇരിക്കും തോന്നല്ലേ ഇത്? ഒരു ദിവസം 1500. ഓക്കെ
സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ അളിയാ ഡാർക്ക് ചെയ്യാനായിട്ട് അളിയാ വീടും കേട്ടോ. വേണ്ട ഇതിൻ്റെ ഇടയിലൊക്കെ ചെടിയിക്കുന്നുണ്ട. കുറച്ച് ടയർഡായി, ഒരുപാട് ട്രക്കിംഗ് ഉണ്ട്, എല്ലാം ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ക്ഷീണിച്ചു പോയി ഇപ്പം തന്നെ. നമ്മുടെ ക്ലൈമറ്റ് ഒന്നുമില്ലേ, പെട്ടെന്ന് ക്ലൈമറ്റ് മാറുമ്പോഴുള്ള ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ ഡ്രൈ ആയിപ്പോയി, മൂക്കും ചുണ്ടൊക്കെ ഡ്രൈ ആയിപ്പോയി. ഭയങ്കര വലിയ തണുപ്പൊന്നുമില്ല, പക്ഷേ തണുപ്പുണ്ട്, ആക്ച്വലി ചൂടുമുണ്ട്. നടന്നപ്പോൾ തളർന്നു. കണ്ട അവിടെ കാണാൻ പറ്റുന്നുണ്ടോ? അവിടെ മഞ്ഞുമല നമുക്ക് കാണാം. കണ്ട പൈൻ മരങ്ങളുടെ ഇടയിൽ മഞ്ഞുമല. ഇപ്പോൾ റൂമെത്തി. ഇവിടെ ഒരു റൂമിന് 1500 രൂപയെന്നാണ് പറയുന്നത്. അതിൻ്റെ അത് 2 ബെഡ്റൂമുണ്ട്. അപ്പം ഒരു ബെഡ്റൂമിൽ നമ്മുടെ പയ്യന്മാരെല്ലാം കൂടെ, പിന്നെ മറ്റേ ബെഡ്റൂമിൽ ആ ഫാമിലി താമസിക്കും. ഇപ്പോൾ റൂം ഒന്ന് 1500 രൂപയാണ് പെർ ഡേ ചോദിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും കൂടെ ഷെയർ ചെയ്ത് അങ്ങ് പോകും. കണ്ട ഇവിടെയൊക്കെ ചെടി നിൽക്കുകയാണ്. കണ്ട അപ്പോൾ ശരി, അപ്പം സെറ്റായിട്ട് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ബാക്കി വീഡിയോ എടുക്കാം. A few moments later. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ റൂമിൽ കയറി ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് ജസ്റ്റ് ഒന്ന് കഴിച്ചിട്ട് തിരിച്ച് വീണ്ടും റൂമിലോട്ട് വരാനാണ് ഉദ്ദേശിക്കുന്നത്. റൂമിൽ വന്നിട്ട് ഇന്ന് ഇരുട്ടിയ ശേഷം താഴെ കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്, സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്, കുറച്ച് സ്വെറ്റർ, തെർമൽ ലൈനിങ് ഒക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് പരിപാടീസും കൂടെ ഉണ്ട്. അപ്പോൾ ഇന്ന് അധികം നമ്മളിനി എക്സ്പ്ലോർ ചെയ്യാൻ പോകത്തില്ല. നമ്മൾ കൂടുതലും ഇന്ന് റെസ്റ്റ് എടുക്കാനാണ് പരിപാടി. റെസ്റ്റ് എടുത്തിട്ട് കുറച്ച് ദിവസം ഉണ്ട് നമ്മളിവിടെ. അപ്പം ഏകദേശം മാക്സിമം വീഡിയോസ് കവർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. കണ്ട നമ്മുടെ അരവിന്ദും കൊച്ചവിടെ ഉണ്ട്, ഗ്രീഷ്മ ഇപ്പോൾ അങ്ങോട്ട് ഇറങ്ങുന്നുണ്ട്. കണ്ട കയറി വന്നില്ലേ, കഠിനമായ വഴികളിൽ കൂടെ വേണം തിരിച്ചിറങ്ങാൻ കുഴപ്പമില്ല, വിഷയമില്ല. കാര്യം എന്ന് വെച്ചാൽ ലഗേജ് റൂമിൽ വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ എൻ്റെ കയ്യിൽ ക്യാമറ, മൊബൈൽസ് മാത്രമേ ഉള്ളൂ. കണ്ട വ്യൂ കണ്ട, മഞ്ഞുമല കണ്ട. ഇനി ഇതിൻ്റെ താഴെ കൂടെ നടക്കണം. കണ്ട ഇവിടുത്തെ ആൾക്കാരൊക്കെ പുട്ട് പോലെയൊക്കെ നടന്നു പോകണം. നമ്മൾ ഇച്ച അമ്പോ ഡാർക്ക് തന്നെ ഇറങ്ങുന്നതൊക്കെ അമ്പോ. ഈ ഒരു സാധനം കണ്ട, ഒരു ചിലന്തി പോലെ ഒരു സാധനം ചെയ്ത് വെച്ചേക്കാണ്. കണ്ട എനിക്ക് തോന്നുന്നത് പാർട്ടി ഏരിയ ആണെന്ന് തോന്നുന്നു. ഇവിടെ പാർട്ടി വെച്ചിട്ട് കണ്ട ചെറിയൊരു സ്റ്റേജ് സെറ്റപ്പിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം കുറച്ച് ആൾക്കാർ കൂടെ നിന്ന് ചില്ലാനുള്ള സ്ഥലമാണ്. കണ്ട ഫുൾ ഇവിടെ കുപ്പിയൊക്കെ ആയിട്ട് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് അടുത്തുകൊണ്ട് കാണിച്ചിട്ട് കണ്ട ബിയർ കുപ്പിയാണ് ഇതിൻ്റെ ഇടയിൽ ഇരിക്കുന്നത്. മുകളിൽ നമ്മുടെ പ്ലാസ്റ്റിക് കുപ്പി അടുക്കി ഒരു മതിൽ പോലെ ചെയ്തിട്ടുണ്ട്. കണ്ട നല്ലൊരു ഏരിയയാണ്. കണ്ട വീണ്ടും നമ്മൾ താഴോട്ട് ഇറങ്ങിയാണ്. എവിടെ ഇരിക്കുന്ന അക്കു? ഇപ്പം അക്കുനെ കാണാം. ഹായ് പറ അക്കു. ഹായ് പറ. ഹായ് പറ. അക്കുന് കാണാൻ പറ്റുമോ? ഞാൻ കാണിച്ചു തരാം. ഹായ് പറ. ഹൗ ആർ യു? ഒരു ഫ്ലൈങ് കിസ് കൊടു. ഓക്കെ. വ്ളോഗർ ക്യാമറ ഉപേക്ഷിച്ചുകൊണ്ട് ആദ്യമേ ഓടി. ഞാൻ വരാം.